നമ്മുടെ പെപ്പയുടെ പുതിയ സിനിമ ദാവീദ്, അതിൻ്റെ ഒഫീഷ്യൽ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ പെപ്പയുടെ കഴിഞ്ഞ സിനിമയത്തെ, അതായത് പെപ്പയുടെ സിനിമ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഫൈറ്റും പുള്ളിയുടെ ലുക്കും ആ സ്വാഗും ഒക്കെ നല്ല രസമാണ്. പക്ഷേ പുള്ളി ഒന്ന് മാറി ചിന്തിച്ചൊരു കുറച്ച് സിനിമകളുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പുള്ളി അങ്ങനെ മാറി ചിന്തിച്ച് എനിക്ക് നന്നായെന്ന് തോന്നി. പിന്നെ ഇപ്പം അത് മാത്രമല്ല, ഇപ്പോൾ ഇറങ്ങിയ സിനിമയുടെ ടീസർ ശരിക്കും കണ്ടിട്ട് എനിക്ക് കാണാൻ ഇത് നല്ല രസമുണ്ട് സംഭവം കാണാൻ. പെപ്പയുടെ ആ ഫൈറ്റും പുള്ളി ആ ബ്ലാക്ക് ഷർട്ടിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അതൊക്കെ ഒരു മാരക സാധനം തന്നെ. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയാമോ, ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ കുറേ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതായത് ഇങ്ങനത്തെ ഫൈറ്റ് ഒക്കെ ആയിട്ടുള്ള സിനിമകൾ. അപ്പോൾ സ്ഥിരം പരിപാടിയായിരിക്കും ഇങ്ങനത്തെ രീതിക്കാരൻ അതിലേക്ക് പിന്നെ മത്സരിച്ച് പോകണു. അപ്പോൾ അതിലുണ്ടാകുന്ന സംഭവങ്ങൾ ലാസ്റ്റ് ഇടിച്ചിടിച്ച് ആ വലിയ ആൾ തോൽപ്പിക്കുന്നു. ഇതൊക്കെ ആയിരിക്കും. ഇതിനൊരു മാറ്റം ഉണ്ടായത് മറ്റേ ആര്യയുടെ സിനിമയാണ്. അത് കിട്ടില്ല പിന്നെ സാധനമാണ് അങ്ങനത്തെ സംഭവം. അല്ലെങ്കിൽ അതുപോലെ വേണമെന്നല്ല, അതുപോലെ തന്നെ വെറൈറ്റി ഇതിലേക്ക് ആയിരിക്കണം. പിടിക്കുകയാണെങ്കിൽ നന്നാവും ശരിക്കും പറഞ്ഞാൽ. അല്ലാണ്ട് ഈ ഒരേ ടൈപ്പ് പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏക്കാൻ ചാൻസ്. ഫൈറ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരിക്കും, പക്ഷെ ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലാണ്ട് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് ടീച്ചർ കാണുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഇതാണ് പറഞ്ഞത്, ഇതിങ്ങനെ ആയിരിക്കും. ഞാനിപ്പോൾ ആ ചിന്തിച്ച സാധനം അതിനകത്ത് ഉണ്ടാവരുത്. അതായത് നല്ലതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. കിടിലം സാധനമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും കിടിലം പടമായിരിക്കും. പിന്നെ കാസ്റ്റിംഗ് ആരാണ്, പിന്നെ കുറച്ച് പേരുണ്ട്. അതുപോലെ തന്നെ പെപ്പയുടെ കഴിഞ്ഞ സിനിമ അത് മറ്റേ കടലിൽ എന്നിട്ട് സിനിമയുടെ പേരാണ് കൊണ്ടാര. ആ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, അത് കിടിലൻ കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. കിടിലൻ ആൾക്കാർ, കിടിലൻ ഫൈറ്റിംഗ് ഒക്കെയാണ്. പക്ഷെ ഒരു ഗതിയില്ലാത്ത പടം. അതായത് ഒരുമാതിരി ഫസ്റ്റൊക്കെ ഗംഭീരമായിട്ട്, പിന്നെ എന്തിനോ വേണ്ടി അവസാനിച്ച പോലെ എന്തോ വെറുതെ. പെപ്പ കാരണം കുറച്ച് ഇടിഭാഗം എടുക്കാന്നുള്ള രീതിയിൽ കാരണം അങ്ങനെ എടുത്തു വെച്ചു. അല്ലാണ്ട് പടത്തിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. അപ്പോൾ ആ ഒരു ലെവൽ ഈ സിനിമയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതായത് അതുപോലെ ആവരുതെന്നാണ്. അതായത് പുള്ളി ഇടിയും വേണം, അതുപോലെ തന്നെ നല്ല റൈറ്റിംഗ് കൂടി ഉണ്ടെങ്കിൽ ഗംഭീരോ അങ്ങനെ ആയ ഒരു സിനിമയാണ്. അതായത് അങ്കമാലി ഡയറീസ്, അതുപോലെ തന്നെ പുള്ളിയുടെ എനിക്ക് പെപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം മറ്റേ ജയിലിന് ഇഷ്ടപ്പെട്ട സിനിമ. അത് ഒരു കിടിലൻ പടം തന്നെയായിരുന്നു. അത് ആ സാധനം പെപ്പയുടെ എൻ്റെ സിനിമ എനിക്ക് അങ്കമാലി ഡയറീസിനെ ഇഷ്ടപ്പെട്ട സാധനമാണ്. പിന്നെ ജെല്ലി അതൊക്കെ ഗംഭീര പടങ്ങൾ വരുന്നത്. പക്ഷേ അതിന് ശേഷം എനിക്ക് അങ്ങനെ അവസാനം ഇറങ്ങിയ പടം ഏതാണ്, മറ്റേ പൂരത്തിനൊന്ന് അടി ഉണ്ടാവണേ, ആ സിനിമയുടെ പേര് ആ പടം തൊട്ട് എനിക്ക് പുള്ളിയുടെ സിനിമ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പിന്നെ RDX അതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. ഇനി ഈ പടത്തിന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇത് പുള്ളി ബോഡി സെറ്റായിരിക്കും, മൊത്തം സെറ്റായിട്ടാണ് പുള്ളി തന്നേക്കണേ. ഇനി ഈ പടം ഇറങ്ങിയാൽ അറിയില്ല എന്താ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നല്ല ഫൈറ്റിങ് ഒക്കെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് വെറും ഇടി മാത്രമായിട്ട് ഇറക്കിയാൽ കാര്യമില്ല. ഇപ്പം എന്തായാലും ബൈ.